നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ധവളപത്രമാണല്ലോ നമ്മളുടെ ഇടയിൽ കുറച്ച് ദിവസങ്ങളായി ഇന്നലെ മുതൽ തന്നെ ചർച്ചയിൽ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉൾവരികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നിരവധി സംശയങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വീണ്ടും പുനർവായനയിൽ നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതിനൊരു രാഷ്ട്രീയമുണ്ട്. അതായത് ഈ ധവളപത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു, അദ്ദേഹം പറഞ്ഞു, സഭയിൽ പറയുന്നുണ്ട്, ഇതൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഡോക്യുമെന്റേഷൻ അല്ല, മറിച്ച് ഇതൊരു സിനാരിയോ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതൊരു സംസ്ഥാനത്തിൻ്റെ യഥാർത്ഥ സ്ഥിതി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തിറക്കുന്ന ഒന്നാണ്. അതിന് മുൻപ് ഇറക്കിയ അതായത് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ മൊത്തം അഞ്ച് ധവളപത്രമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇതുവരെയുള്ള മന്ത്രിസഭകൾ പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ ഇതുവരെയുള്ള കണക്കാക്കി കഴിഞ്ഞാൽ 3 എണ്ണവും പുറത്തിറക്കിയിരിക്കുന്നത് കോൺഗ്രസിൻ്റെ, അതായത് കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും ഇപ്പോൾ വി ഡി സതീശനും അടങ്ങുന്ന 3 പേരാണ് പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പം ഈ കോൺഗ്രസ്സുകാർ പുറത്തിറക്കിയത് പോലും ഈ പറയുന്ന പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ് ആണ് എന്നുള്ള തരത്തിൽ സഭയിൽ വി ഡി സതീശൻ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതിനകത്തൊരു പൊളിറ്റിക്സ് ഇല്ലേ എന്ന് ചോദിച്ചാൽ വളരെ പച്ചയ്ക്ക് തന്നെ ഇതിനകത്തൊരു രാഷ്ട്രീയം അദ്ദേഹം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് രാഷ്ട്രീയമായ കുറ്റപ്പെടുത്തലുകൾ മാത്രമാണ് അതിൽ ഉൾച്ചേർന്നിരിക്കുന്നത്. കാര്യം പറയാതെ വിട്ടുപോയ ചില കാര്യങ്ങൾ നമുക്കിവിടെയുണ്ട്. അതായത് കിഫ്ബിയെ ഒരുപാട് കുറ്റം പറഞ്ഞു. കിഫ്ബി ആണ് ഇവിടെ ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയത്, അതുമൂലം നഷ്ടമുണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. തന്നെയുമല്ല, കിഫ്ബി എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഏതാനും ചില ജില്ലകളിലേക്ക് മാത്രമായി ചുരുക്കിയിരിക്കുന്നു എന്ന രീതിയിൽ. അതിൽ തിരുവനന്തപുരം, കണ്ണൂർ തുടങ്ങിയ ജില്ലകളെയാണ് കൂടുതലും എടുത്തുയർത്തി കാണിക്കുന്നത്. സ്വാഭാവികമായും ഇത് ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുമെന്നുള്ള കാര്യം അറിയാം. എന്തായാലും ഈ പറയുന്ന ധവളപത്രം എന്ന് പറയുന്ന ഡോക്യുമെന്റ് പുറത്തേക്ക് പോകും, അതായത് ജനങ്ങൾക്കിടയിൽ ചർച്ചാ വിഷയമാകുമെന്നുള്ള കാര്യം വി ഡി സതീശനെ പോലെ ഒരു നേതാവിന് വളരെ കൃത്യമായി അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന് കൊടുക്കേണ്ട ഒരു പ്രാധാന്യമുണ്ട്. ജനങ്ങൾക്കിടയിൽ ചർച്ചയ്ക്ക് പോകുന്ന ഒരു ഡോക്യുമെന്റിന് അതിനകത്ത് രാഷ്ട്രീയ സ്വഭാവം ഉണ്ടാകണമെന്നും ഇതുവരെ 10 വർഷക്കാലം കേരളം ഭരിച്ചുകൊണ്ടിരുന്ന സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ വലിയ ഫ്ലോപ്പാണെന്നും ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു എന്ന് പറയുന്ന ഒരു പുതിയ പ്രതീതി അവിടെ അവതരിപ്പിക്കണം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവ് വിജയിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് പലയിടങ്ങളിലും പല സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പലരുടെയും പ്രതികരണങ്ങളിൽ നിന്നും നമുക്കത് ബോധ്യപ്പെടാവുന്നതുമാണ്. ഇവിടെ നമ്മൾ നോക്കിക്കോളൂ, ഈ കിഫ്ബിയെ കുറിച്ച് എന്തിനാണ് ഇങ്ങനെ ഒരു പ്രചരണം നടത്തിയത്? തിരുവനന്തപുരം ജില്ലയിൽ വേണ്ടി മാത്രമാണോ കിഫ്ബി പ്രവർത്തിച്ചത്? അല്ല, തിരുവനന്തപുരം ജില്ലയിൽ കിഫ്ബി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ കിഫ്ബി പ്രവർത്തിച്ചിട്ടുണ്ട്, തിരുവനന്തപുരത്തെ അക്കൗണ്ടിൽ പണം മാറിയിട്ടുണ്ടെങ്കിൽ തന്നെയും ആ തുക എമ്പാടും ചിലവാക്കിയിരിക്കുന്ന ഏകദേശം 6000 കോടി രൂപയോളം അവിടെ ചിലവാക്കിയിരിക്കുന്ന എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ആ അക്കൗണ്ടിൽ മാറിയിരിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേശീയപാത വികസനം, അതായത് NH 66 വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടി കൊടുത്ത തുകയായിട്ടാണ് അത് മാറിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ 6000 കോടി തിരുവനന്തപുരത്തെ അക്കൗണ്ടിൽ മാറിയിട്ടുണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ യഥാർത്ഥ ഗുണഭോക്താക്കളാകുക ഈ സംസ്ഥാനത്തുള്ള കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പൊതുജനമാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയം ഈ പറയുന്ന ജില്ലകളെ കണക്ട് ചെയ്തുകൊണ്ട് ആ ജില്ലകൾക്ക് വേണ്ടി മാത്രമാണ് എന്ന് പറയുന്നിടത്താണ് ഇതിനുള്ളിലെ രാഷ്ട്രീയ അജണ്ട ബോധ്യപ്പെടുന്നത്. അപ്പോൾ പിന്നീട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ള ജില്ലക്കാരുടെ മുന്നിൽ കൊടുക്കുകയാണ്. ഇപ്പം മലപ്പുറം കൊടുക്കുകയാണ്, വിവേചനമാണ്, നിങ്ങൾക്ക് ഒന്നും തന്നിട്ടില്ല എന്ന് പറയുന്ന ഒരു വിവേചനം അവരുടെ ഉള്ളിലേക്ക് നിറച്ചു കൊടുക്കുകയാണ് ശരിക്കും ഈ ധവളപത്രത്തിൻ്റെ ഈ ഒരു മേഖലയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ 6000 കോടി രൂപ ദേശീയപാത സ്ഥലം ഏറ്റെടുക്കലിന് വേണ്ടി വിട്ടുകൊടുത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇനി പറയാതെ പോയ കാര്യം എന്തൊക്കെയാണ്? ഇവിടെ കേരളത്തിൻ്റെ പൊതുകടം 6 ലക്ഷം കോടി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വലിയ തരത്തിൽ, അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ സർക്കാരിൻ്റെയും 25 വർഷത്തെ കണക്കെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ ടേം കഴിയുമ്പോഴും കടം ഇരട്ടിയാവുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 25 വർഷത്തെ കണക്കിൽ പരിശോധിക്കുമ്പോൾ ഓരോ തവണയും കടം ഇരട്ടിയായി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനത്തെ ഒരു പ്രോഗ്രഷൻ ആണ് വരുന്നതെങ്കിൽ തീർച്ചയായും ഈ 2026 LDF സർക്കാർ അധികാരമൊഴിയുമ്പോൾ കടം 6 കോടി എന്ന് പറയുന്ന ഒരു ഫിഗറിലേക്ക് എത്തണമായിരുന്നു. അതായത് മുൻ കാലങ്ങളിൽ ഈ കടത്തിൻ്റെ വളർച്ചയുടെ റേഷ്യോ പരിഗണിക്കുമ്പോൾ തീർച്ചയായും ആ കടം 6 കോടി എന്ന് പറയുന്ന കണക്കിലേക്ക് എത്തണമായിരുന്നു, 6 ലക്ഷം കോടി എന്ന് പറയുന്ന കണക്കിലേക്ക്. എന്നാൽ ഇവിടെ സംഭവിച്ച അങ്ങനെയല്ല. 5,07,000 കോടി എന്ന് പറയുന്ന ഒരു കണക്കിലേക്കാണ് എത്തി നിൽക്കുന്നത്.
ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഉദ്ദേശിച്ച തരത്തിലുള്ള പ്രോഗ്രഷനിലേക്ക് അത് എത്തിയില്ല എന്നുള്ളൊരു വസ്തുത ഈ ധവളപത്രത്തിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായി വായിച്ചെടുക്കാൻ കഴിയും. പക്ഷേ അവിടെ പറയാതെ വിട്ടുപോയത് എന്താണ്? ഇവിടെ പറയാതെ വിട്ടുപോയത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ എന്താ പറയുക ആഭ്യന്തര വരുമാനം 14.47 ലക്ഷം കോടിയായി എന്നുള്ള പറയാതെ പോയി. അവിടെയാണ് ഇതിനകത്തിൽ രാഷ്ട്രീയമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു അജണ്ട അവിടെ പ്രവർത്തിക്കുന്നത്. അതായത് ഈ 14.47 ലക്ഷം കോടിയാണ് നമ്മുടെ ആഭ്യന്തര മൊത്ത വരുമാനം എന്നുള്ളത് പറയാതെ വിട്ടുപോയി. ഇവിടെ നമുക്ക് കിട്ടേണ്ടിയിരിക്കുന്ന പദ്ധതി വിഹിതങ്ങളുടെ അടക്കം കേന്ദ്ര വിഹിതം ഏകദേശം 1.92% മാത്രമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യവും പറയാതെ പോയി. അപ്പോൾ കേന്ദ്ര സർക്കാരിനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ നമുക്ക് തരാനുള്ള ഫിസിക്കൽ ഡെഫിസിറ്റ്, ഗ്രാൻഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് നൽകുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയാതെ മറച്ചു പിടിച്ചുകൊണ്ട് തീർത്തും ശക്തമായ ഒരു രാഷ്ട്രീയ പ്രചരണമാണ് സത്യത്തിൽ VD സതീശനെ പോലെ ഒരു നേതാവ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇവിടെ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ് ആണ് ഇതെന്ന് പറയുന്നത്. തന്നെയുമല്ല 2016 പുറത്തിറക്കിയ ധവളപത്രവുമായി ഇഞ്ച് ബൈ ഇഞ്ച് സാമ്യമുള്ള ഒന്നുകൂടിയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ പറയുന്ന ഇന്ന് തോമസ് ഐസക് പറഞ്ഞതുപോലെ AI ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടും വളരെ വേഗത്തിൽ പൂർത്തിയാക്കപ്പെട്ട ഒന്ന് തന്നെയാണ് ഈ ധവളപത്രം. അതിനകത്ത് അവരുടേതായ ഒരു പൊളിറ്റിക്കൽ ചിന്താഗതികൾ കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു. ഇനി കിഫ്ബി ഒരു വലിയ പ്രതിസന്ധിയാണല്ലോ സൃഷ്ടിച്ചിരിക്കുന്നത്. ഏകദേശം കുറേ കോടിക്കണക്കിന് രൂപയുടെ, ഏകദേശം എനിക്ക് തോന്നുന്നു 46,000 കോടിയോ അങ്ങനെ എന്തോ വരുന്ന വലിയൊരു തുകയുടെ വികസന പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടത്തിയിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇതുമൂലം കേരളത്തിൽ ഇനി 25 വർഷത്തേക്ക് കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെ ആയിരിക്കണമെന്നോ ഈ 25 വർഷത്തേക്ക് നോക്കി നടത്താൻ പോകുന്നവരാണ് തങ്ങളെന്നുള്ള ഒരു ബോധം എങ്ങോട്ടും കൊണ്ടുവന്നിട്ടില്ല. അതായത് ഈ കിഫ്ബി പദ്ധതിയെ കുറ്റം പറയുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കടമെടുപ്പിനെ കുറിച്ച് പറയുന്ന സാഹചര്യത്തിൽ ഈ കേരളത്തിലുണ്ടായ മാറ്റങ്ങളെ കുറിച്ചിട്ട് ഈ പറയുന്ന ധവളപത്രത്തിൽ എങ്ങും പരാമർശമില്ല. അതായത് നമ്മുടെ ആശുപത്രി കെട്ടിടങ്ങളുടെ ഏകദേശം 80% വരുന്ന കെട്ടിടങ്ങളും നല്ല രീതിയിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വൃത്തിയായി പണിഞ്ഞ് നിർമ്മിച്ച് എടുക്കാനും സാധിച്ചു. അതായത് കെട്ടിടങ്ങളെല്ലാം പുതിയ കെട്ടിടങ്ങൾ തന്നെയാണ്. നമ്മുടെ റോഡുകളുടെ അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കും. വാട്ടർ അതോറിറ്റിക്കാർ വന്ന് കുഴി എടുത്തില്ല എങ്കിൽ ആ റോഡുകളെല്ലാം ഇനിയും ഏറെക്കാലം കേടുകൂടാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതായത് ഇനിയും ഈ പറയുന്ന നമ്മുടെ കെ മുരളീധരൻ എന്ന് പറയുന്ന നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഒരു നയാ പൈസ ഇട്ട് ചെലവഴിക്കേണ്ട ആവശ്യമില്ല. അതായത് കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി കെട്ടിടങ്ങൾ ഓൾറെഡി ഉണ്ട്. റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടും താലൂക്ക് ഓഫീസുകൾ അതോടൊപ്പം തന്നെ എല്ലാ തരത്തിലുള്ള ഓഫീസ് സംവിധാനങ്ങളുടെയും മുഖച്ഛായ മാറി അതിനെല്ലാം പുതിയ കെട്ടിടങ്ങളായി കഴിഞ്ഞു. റോഡ് വികസനം സാധ്യമാക്കി. ഇനി 5 വർഷക്കാലത്തേക്ക് റോഡ് പണിക്ക് വേണ്ടി സർക്കാരിന് 1 രൂപ മുടക്കേണ്ട അവസ്ഥയില്ല. ഇനി മുടക്കേണ്ടത് ദേശീയപാത വികസനത്തിന് വേണ്ടി ഇനി 1000 ചില്ലുവാനും കോടി രൂപ കൂടി കൊടുക്കേണ്ടതുണ്ട്. അതുകൂടി കൊടുത്തു കഴിഞ്ഞാൽ ദേശീയപാത വികസനത്തിൻ്റെ കാര്യത്തിലും സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ട കാര്യം കൊടുത്തിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ്സുകാർക്ക് ഇനി വേറൊരു ചിലവേ ഇല്ല. അത് മീൻസ് സർക്കാരിനല്ല, കോൺഗ്രസിന്. കാര്യം വയനാടുകാർക്ക് ഇനിയും സർക്കാരിൻ്റെ ഫണ്ട് എടുത്തിട്ട് വേണമെങ്കിൽ വീട് വെച്ച് കൊടുക്കാം. ഇവിടെ കിടപ്പുണ്ട് സർക്കാരിൻ്റെ ഫണ്ട്, അതായത് CMDRF എന്ന് പറയുന്ന ഒരു വലിയ ഫണ്ട് കിടപ്പുണ്ട്. അതിൽ നിന്ന് വേണമെങ്കിൽ എടുത്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ആശുപത്രികളായി, സ്കൂൾ കെട്ടിടങ്ങളായി, അതോടൊപ്പം തന്നെ PWDയുമായി ബന്ധപ്പെട്ടുള്ള കെട്ടിടങ്ങളായി, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നിർമ്മിച്ചു വെച്ചേക്കാൻ കഴിയുമോ അതെല്ലാം കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ഇടത് സർക്കാർ ചെയ്തു കഴിഞ്ഞു എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ ഇനിയും ഇതെല്ലാം നോക്കി നടത്തുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യം മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള ഇവിടെ കിഫ്ബി മൂലം കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഈ ധവളപത്രത്തിൽ മിണ്ടാതെ പോകുന്നു. അത് പറയേണ്ടതായിരുന്നല്ലോ. കിഫ്ബിയെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും കിഫ്ബിയിലൂടെ കേരളത്തിൽ നടപ്പിലാക്കപ്പെട്ട വികസനങ്ങളെക്കുറിച്ചും പറയേണ്ടതുണ്ടായിരുന്നു. പക്ഷേ സതീശൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ പറയാതെ വിട്ടുപോയത് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ് എന്നുള്ള നിലയിൽ തന്നെ വിലയിരുത്തേണ്ടി വരുന്നത്. അതായത് നന്നായി ചർച്ച ചെയ്യപ്പെട്ട് നന്നായി വിശകലനം ചെയ്ത് എടുത്ത ഒരു രാഷ്ട്രീയ പ്രേരിതമായ ഒരു രാഷ്ട്രീയ അജണ്ടകൾ കുത്തി നിറച്ച ഒരു 195 പേജുകളാണ് സത്യത്തിൽ കഴിഞ്ഞ ദിവസം മേശപ്പുറത്ത് വെച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ തൻ്റെ പൊളിറ്റിക്കൽ കരിയറിന് വേണ്ടി കള്ളത്തരം വരെ അതിനകത്ത് എഴുതി ചേർത്തിട്ടുണ്ടെന്നുള്ള മറ്റൊരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി
നമുക്ക് വീണ്ടും കാണാം.